ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് വെജ് മാച്ചോ അങ്ങനെ എന്തോ ആണ്. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, കൊറിയക്കാർ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇരുന്നിട്ട് അവർ ചൂടുവെള്ളം, അതായത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഈ പാക്കറ്റിൽ ഒഴിച്ചിട്ട് അവരതൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെടുത്ത് കോരി കഴിക്കണത്. അതേ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കരുതിയത്, വാങ്ങിക്കുമ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുമ്പോഴും കഴിക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഇത് കൊറിയൻ പ്രൊഡക്റ്റ് ആണെന്നാണ്. അങ്ങനെ ഞാൻ എന്തൊക്കെ വളവളാന്ന് അവിടെ കിടന്ന് പറയുന്നുണ്ട്. കാരണം കൊറിയൻ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റേ അല്ല. എന്തെങ്കിലുമൊക്കെ അസുഖം ഇത് കഴിച്ചെന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ നമ്മളോട് പറയില്ലേ, നിങ്ങൾ എന്തിൻ്റെ കേടാണ് നിങ്ങൾക്ക് പോയിട്ട് കൊറിയൻ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യാൻ തോന്നിയെന്ന്. കാരണം നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ അതർ കൺട്രി പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മൾ കൊറിയയിൽ പോയിട്ട് പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പുതിയൊരു ഇത് നമ്മൾ കഴിഞ്ഞ തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. എന്നാലും ഞാൻ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അത് ഒരു 3 മിനിറ്റ് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അതുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് മെയിനായിട്ടുണ്ട്. അതായത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെടി പുതിയത് നടുമ്പോഴോ വേര് പിടിച്ചോ നമ്മൾ തോണ്ടി നോക്കില്ല, അതുപോലെ തന്നെ ഇതായോ 3 മിനിറ്റിന് മുൻപേ ആയോ എങ്ങനെ നോക്കാനുള്ളൊരു ഒരു 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 ഇത് അതെനിക്കുണ്ടായിരുന്നു. എന്നാലും ഞാനത് കഷ്ടപ്പെട്ട് സഹിച്ച് പിടിച്ചിട്ട് ഞാനതൊരു 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കി. അതിൻ്റെ മണം കേട്ടിട്ട് തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ഒരു വട്ടം കൂടി ട്രൈ ചെയ്താലോ ഒരു ഹരമായിട്ട് മാറിയ ഒരു ഫീല്. അത്രയും ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഇപ്പി മാഗി ഇതൊക്കെ ഇങ്ങനെ മാറിപ്പോ എന്ന് ഞാൻ പറയും. അത്രയും ടേസ്റ്റാണ്, അത്രയും ടേസ്റ്റ്. അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം എന്തായാലും ഇപ്പി പ്രേമികളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇപ്പി ലവേഴ്സൊക്കെ ഉണ്ടാവില്ല, ഇപ്പി മാഗി അങ്ങനെയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്താൽ മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ഇത് എപ്പോഴും കഴിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയും. ഞാൻ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിലും അത് ഇങ്ങനെ ഈ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എപ്പോഴും ട്രൈ ചെയ്യാനുള്ളതല്ല, എപ്പോഴേലും ഒരിക്കൽ നമുക്കത് ട്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഇതെപ്പോഴും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല. നമുക്ക് എപ്പോഴേലൊക്കെ ഇപ്പിയൊക്കെ നമ്മൾ എപ്പോഴേലും ഒരിക്കലൊക്കെ വാങ്ങിച്ച് കഴിക്കില്ല, അതുപോലെ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണത്. ഓക്കെ, അപ്പം ഇത് ഇത് തുറക്കുക, വെള്ളം ഒഴിക്കുക, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നാണ് ഇതിൽ എഴുതി കൊടുത്തിരിക്കണത്. അപ്പം ഞാനതുപോലെ ചെയ്തു. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു, വയലൊക്കെ വെള്ളം വന്നു. ഇപ്പോഴാലോചിക്കുമ്പോഴെങ്കിൽ വയൽ വെള്ളം വരുന്നുണ്ട്. അപ്പം ഞാനത് കഴിച്ചു നോക്കിയായിരുന്നു. കഴിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ കൊറിയൻ നൂഡിൽസാണ് കഴിക്കണത് ഗൈസ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോപ്സ്റ്റിക്കൊക്കെ വെച്ചാണ് ഞാനത് കഴിക്കാൻ നോക്കിയത്. അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ഇപ്പി നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൈക്കൊണ്ടൊക്കെയാണ് വാരി തിന്നാറ്. ഫോർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് യൂസ് ചെയ്യും. അല്ലാതെ ഇങ്ങനെ ആർഭാടായിട്ട് ചോപ്സ്റ്റിക്കൊക്കെ വെച്ചൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാറുണ്ട് ചോപ്സ്റ്റിക്ക് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ നിങ്ങൾക്കറിയാമോ, നമ്മുടെ വീട്ടിൽ ഒത്തിരി ഉറുമ്പുണ്ട്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഈ മഴക്കാലമായി കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഉറുമ്പ്, അല്ലേ? അപ്പോൾ ആ ഒരു ഉറുമ്പിൻ്റെ ശല്യം ഇവിടെയും ഉണ്ട്. കാരണം ഞാൻ നേരം വെളുത്ത് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ കണി കാണുന്നത് ഉറുമ്പിനെയായിരിക്കും കൂട്ടനോടെ. അവിടെ ചെന്ന് എൻ്റെ കാലൊക്കെ കടിച്ചൊരു പരുവാക്കും. എത്ര ക്ലീൻ ചെയ്തിട്ടാലും ഉറുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ പൗഡർ ഇട്ടാൽ പോകുമെന്ന് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ട്രൈ ചെയ്തപ്പോൾ സംഭവം ഓക്കെയാണ്. അത്യാവശ്യം, അതായത് 100-ലൊരു 80% ഉറുമ്പുകളും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 20% അവിടെ തന്നെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചെടിയിലൊക്കെ പ്രാണിക്കൊക്കെ അടിക്കില്ലേ, ഒരു ചെറിയ 20 ഗ്രാമിന് 80 രൂപയാണ് ഒരു ചെറിയ പാക്കറ്റ്. നമ്മൾ ഈ ബിരിയാണിയൊക്കെ ആകുമ്പോൾ അതിൽ സോസൊക്കെ ആയിട്ട് കിട്ടില്ല, ഒരു ചെറിയ പാക്കറ്റ്, അത്രയ്ക്കും ഇല്ല. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ മുറ്റത്താണ് അടിച്ചു കൊടുത്തത്. കാരണം കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ എപ്പോഴും മുറ്റത്ത് കുഞ്ഞുങ്ങളെ ഇറക്കാറില്ല, പേടിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിരുന്നു മുറ്റത്തടിച്ചാലും കുഴപ്പമൊന്നും വരത്തില്ല എന്ന്. അങ്ങനെ ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ മുറ്റത്ത് നന്നായിട്ട് അത് നന്നായി
കുലുക്കിയിട്ട് മുറ്റത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഉറുമ്പ് എവിടെ നിന്നാണ് വരുന്നത് ആ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു ഉറുമ്പ് പോലും ഈ വീട്ടിൽ കാണാനില്ല. ഉറുമ്പ് മാത്രമല്ല, ഇപ്പോൾ ഈ മഴക്കാലം ഇപ്പോൾ ഈ തേരട്ട സംഭവങ്ങൾ എന്ത് അട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ മറ്റേ അതൊന്നും ഇപ്പോൾ കാണാനില്ല. ഒക്കെ പമ്പ കടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പൗഡർ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. 80% അത് പോകുന്ന ഉറപ്പാണ്. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് പായി കൊടുത്താൽ. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് അതിപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. വേവിക്കാൻ മീൻസ് അടച്ച് വെക്കുക. കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചു. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി പോയി. എന്നാലും ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ യിപ്പി ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് മാഗി ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിച്ച് നോക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഭയങ്കര ലെങ്ത് ഉണ്ട്. ഞാനത് ഇനി എഡിറ്റ് ചെയ്യണം. വോയിസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വോയിസ് ഒന്ന് ഓഫ്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയോ എന്തോ ഒരു എറർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ക്ഷമിക്കുക. നമ്മളിത് ശരിയാക്കിയതിന് ശേഷം വോയിസ് രണ്ടാമതിടാം. അല്ല, ഇങ്ങനെ കറക്റ്റ് ആക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൾ എന്ന ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.